ചില സിനിമകളുടെ വൺലൈൻ പറയാതെയാണ് നമ്മൾ സിനിമയുടെ കഥ പറയാറ്. അതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ വൺലൈൻ പറഞ്ഞാൽ പിന്നെ സിനിമ കാണാനായി വലിയ രസം ഉണ്ടായെന്ന് വരില്ല. ഞാൻ ഈ സിനിമയുടെ കഥയൊന്നും അറിയാതെ വൺലൈൻ പോലും അറിയാതെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഇഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ വൺലൈൻ പറഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല. അതാണിപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എന്തായാലും സിനിമയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന ആദിത്യൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, ആദിയുടെ അച്ഛൻ നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന്. അച്ഛന് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അതൊരിക്കലും മറക്കില്ല. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയാണെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. ഇത് കണ്ടു കഴിയുന്നേരം ഇതിലൊരു ഗുണപാഠം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താന്ന് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകൂ. നിങ്ങൾ ഈ സിനിമ കാണാനായി ഞാൻ കത്തിയടിക്കാന്ന് വിചാരിക്കരുത്. എന്തായാലും നമുക്ക് ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നമുക്ക് 2018 റിലീസ് ചെയ്ത ഗ്രെറ്റ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു ലേഡിയാണ് കാണിക്കുന്നത്. അവളുടെ പേരാണ് ജെന്നി. അവളാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. അന്നത്തെ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ മെട്രോയിലാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ മെട്രോയിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അതിലാരോ ഒരു ബാഗ് മറന്നു വെച്ചിരിക്കുന്ന കാണുക. അത് അവൾ എടുക്കില്ല എന്നാണ് വിചാരിക്കുക. പക്ഷെ അവൾ എടുത്തു. അതിന്റെ ഓണറിന്റെ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നേരം അതിലൊരു ID കാർഡ് ഉണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് ഗ്രെറ്റ എന്നാണ്. അതായത് ഗ്രെറ്റ എന്ന ലേഡിയുടെ ബാഗാണത്. പക്ഷെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടം വരെ കൊണ്ടു കൊടുക്കുന്നതിലും ഭേദം ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതുപോലെ വീണ് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനായ ഒരു സ്ഥലമുണ്ട്. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുന്നേരം അവിടെയാണ് ഇന്ന് തുറന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ബാഗും കൊണ്ട് അവൾ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്ന നേരമാണ് മനസ്സിലാവുന്നത് അവളുടെ കൂടെ തന്നെ താമസിക്കാനായി മാർത്ത എന്ന അവളുടെ ഒരു കൂട്ടുകാരി കൂടെയുണ്ട്. സംഗതി എന്താന്ന് വെച്ചാൽ ജെന്നിയുടെ അമ്മ മരിച്ചു. എന്നാൽ അവൾക്ക് അച്ഛന്റെ കൂടെ താമസിക്കാനായി ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവൾ അവരുടെ അടുത്ത് നിന്നും അകന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജീവിക്കാനായി ഈ നാട്ടിലേക്ക് വന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത് ഇതുപോലൊരു വീട്ടിൽ മാർത്തയുടെ കൂടെ റൂം ഷെയർ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ്. മാർത്തയുടെ പരിപാടി എന്താന്ന് വെച്ചാൽ അവൾ ഈ സിറ്റിയിലേക്ക് പഠിക്കാനായി വന്നയാളാണ്. കോളേജിൽ പഠിക്കാനായി വന്നയാളാണ്. വീട്ടിൽ നിന്ന് കറക്റ്റായി കാശെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും പഠനം ഒഴികെ ബാക്കിയുള്ള പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. പാർട്ടിക്ക് പോവുക, പബ്ബിൽ പോവുക, അങ്ങനെ പല പല പരിപാടികൾ. എന്നാൽ പഠിത്തം മാത്രം നടക്കുന്നില്ല. ജെന്നി മാർത്തയോട് ഇതുപോലൊരു ബാഗ് വീണ് കിട്ടിയ കാര്യം പറയുന്ന നേരം മാർത്ത പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാഗിലെ കാശ് എടുത്താലോ, അതിൽ കുറച്ച് കാശൊക്കെ ഉണ്ട്. മാർത്ത കഴിയുന്ന പോലെ ജെന്നിയുടെ മനസ്സ് മാറ്റാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ജെന്നി എപ്പോഴും പറയുന്നത് ഈ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ഈ ബാഗ് കൊണ്ടുകൊടുത്തേ പറ്റൂന്നാണ്. അതുകൊണ്ട് ആ ബാഗ് അവൾ വാങ്ങി വെക്കും. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ഒരു സിനിമ കാണാൻ പോകുന്നത്. എന്നാൽ അവിടെ വെച്ചും ജെന്നിക്ക് അവളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് വരുന്നത്. കൂട്ടുകാരി മാർത്തയുടെ ജീവിതം കുത്തഴിഞ്ഞിരിക്കുകയാണെങ്കിലും ജെന്നിയുടെ ഈ വിഷമത്തിലെല്ലാം അവളും പങ്കുചേരും. നീ വിഷമിക്കല്ലേ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആകും എന്ന് പറയും. അതായിപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എല്ലാം ഓക്കെ ആകും, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തുന്ന ജെന്നി പിറ്റേന്ന് രാവിലെ തന്നെ പോകുന്നത് ആ ബാഗിലായിരുന്നോ അത് കൊണ്ടു കൊടുക്കാനാണ്. കുറേ ദൂരം യാത്ര ചെയ്ത് ആ അഡ്രസ്സിലെത്തും. അങ്ങനെ ആ വീടിന്റെ വാതിൽ മുട്ടുന്നേരം ഗ്രെറ്റ എന്ന ആ ലേഡിയാണ് പുറത്തേക്ക് വരുന്നത്. ജെന്നി ആ ബാഗ് എടുക്കുന്നേരം അവർക്ക് വലിയ സന്തോഷമായി. നിനക്ക് ഈ ബാഗ് എവിടെ നിന്ന് കിട്ടി? ഇതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഇപ്പൊ സന്തോഷമായി. നിങ്ങൾ ഇങ്ങനെ പുറത്തേക്കല്ലേ, അകത്തേക്ക് കയറ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജെന്നി അകത്തേക്ക് വിളിക്കും. ജെന്നി അകത്തേക്ക് ചെല്ലുന്ന നേരം അവൾക്ക് കുടിക്കാനായി ചായ എല്ലാം കൊടുത്ത് അവളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ചോദിക്കുകയാണ് ഗ്രെറ്റ. അപ്പോഴാണ് ജെന്നി ആ ലേഡിയുടെ മകളുടെ ഫോട്ടോ അവിടെ കാണുന്നത്. ആ ഫോട്ടോ കാണുന്ന നേരം അവര് പറയും, മകളിപ്പന്റെ കൂടെ ഇല്ല, അവള് നല്ലപോലെ പിയാനോ എല്ലാം വായിക്കും, അമേരിക്കയിലെ ഇപ്പൊ പഠിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അവൾ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മകളെ കുറിച്ച് പറയുന്ന നേരം അവർക്ക് എന്തോ ഒരു സന്തോഷമാണ്. ലേഡിയുടെ ഭർത്താവാണെങ്കിൽ ഇപ്പൊ മരിച്ചു. അതിന്റെ വിഷമം ലേഡിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഈ നേരത്താണ് അയൽ വീട്ടുകാർ അവരുടെ വീട്ടിൽ എന്തോ ഒരു ജോലി എടുക്കുന്നത്. അവരെന്തോ ഒരു പെട്ടി നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആകെ നല്ല ശബ്ദ. അത് കേൾക്കുന്ന നേരം ലേഡി അങ്ങോട്ട് ചെന്ന്, ഹേ നിങ്ങൾ ശബ്ദം ഒന്ന് കുറയ്ക്കോ, നിങ്ങൾ മെല്ലെ ജോലി ചെയ്താൽ മതിയെന്ന് പറയും. അത് കേൾക്കുന്ന നേരം അവർ പിന്നെ മെല്ലെയാണ് ജോലി ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ ഭർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങും. ഭർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ ആ ലേഡി ഇമോഷണൽ ആകും. അങ്ങനെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മ്യൂസിക് പിയാനോയിൽ വായിക്കും. ജെന്നി അങ്ങോട്ട് ചെല്ലുന്ന നേരം പിയാനോയുടെ മേലെ ഒരു പട്ടിക്കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് മരിച്ചു പോയെന്ന് പറയും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പട്ടിക്കുട്ടി വാങ്ങിക്കൂടെ? എന്നാൽ അവർ പറയുന്നത്, എനിക്ക് ഇനിയും ഒരു പട്ടിക്കുട്ടിയെ കൂടെ വാങ്ങാനാവുന്നില്ല, അതുകൂടെ മരിച്ചാൽ എനിക്ക് സഹിക്കില്ലെന്ന് പറയും. മാത്രമല്ല എനിക്ക് നല്ല പട്ടിക്കുട്ടികളെ നോക്കി എടുക്കാൻ അറിയില്ല. അത് കേൾക്കുന്ന ജെന്നി പറയും, എന്നാൽ പിന്നെ ഞാൻ സഹായിക്കാം, എനിക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാം, മോള് സഹായിക്കോ? അങ്ങനെയെങ്കിൽ മോളുടെ നമ്പർ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ നമ്പർ വാങ്ങി സേവ് ചെയ്യും. സത്യം പറഞ്ഞാൽ ലേഡിക്ക് ഇത്രയും കാലം വീട്ടിലെ കൂട്ടിനായി ആരും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ജെന്നി ഇങ്ങോട്ട് സംസാരിക്കാനായി വന്നപ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് ഇത്രത്തോളം കൂടുതൽ സംസാരിക്കുന്നത്. തിരികെ വീട്ടിലെത്തുന്ന ജെന്നി കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്ന നേരം അവൾ ചോദിക്കും, നീ എന്തിനാ ഇതുപോലെയുള്ള അമ്മച്ചിമാരെല്ലാം സഹായിക്കാനായി പോകുന്നത്? നിനക്ക് അവരുടെ ബാഗ് കിട്ടി, ആ ബാഗ് നീ തിരികെ കൊണ്ടു കൊടുത്തു, അത്രമാത്രം മതി. അതിൽ കൂടുതൽ നീ എന്തിനാ അവരോട് സംസാരിക്കാനായി നിൽക്കുന്നത്? അതിൽ കൂടുതൽ ബന്ധമൊന്നും വേണ്ട. പക്ഷേ ജെന്നി പറയും, അവരുടെ കൂടെ ഇപ്പൊ അവരുടെ ഭർത്താവില്ല, മകളാണെങ്കിൽ ഇപ്പൊ ദൂരത്താണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആരും ഇല്ലാതെയാ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് സഹായിക്കാന്ന് പറഞ്ഞ് എന്റെ നമ്പർ എടുത്തേ. എന്നാൽ കൂട്ടുകാരി പറയും, നീ നോക്കിക്കോ, ആ ലേഡി നിന്നെ പച്ചക്ക് തിന്നും, നിന്നെ മുതലെടുത്തേ വിടൂ. പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ജെന്നിയുടെ ഫോണിലേക്ക് ആ ലേഡി കോൾ ചെയ്യും. ജെന്നി, നീ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് പട്ടിക്കുട്ടിയെ എടുക്കാനായി നീ എന്നെ സഹായിക്കാന്ന്? നിനക്കിപ്പോ എന്റെ കൂടെ വരാനായി പറ്റുമോ? പിന്നെന്താ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെന്നി കൂടെ ചെല്ലും. രണ്ടുപേരും കൂടെ നേരെ ചെല്ലുന്നത്
നഗരത്തിലെ തെരുവിൽ നിന്നൊക്കെ കിട്ടുന്ന പട്ടിക്കുട്ടിയെ സൂക്ഷിക്കുന്ന സ്ഥലമില്ലേ, അങ്ങോട്ടാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കിട്ടുന്ന പട്ടികളെല്ലാം ഒരു നിശ്ചിത ദിവസത്തിന്റെ ഉള്ളിൽ അതിന്റെ ഓണർമാർ വാങ്ങാനായി വന്നില്ലെങ്കിൽ, തിരികെ കൊണ്ടുപോകാനായി വന്നില്ലെങ്കിൽ അവർ കൊന്നുകളയും. അതുകൊണ്ട് ഗ്രറ്റാമ്മച്ചി ചോദിക്കും, ഇതിലേത് പട്ടിക്കുട്ടിയാണ് ഈ അടുത്തായിട്ട് കൊല്ലാനായി കൊണ്ടുപോകുന്നത്? അങ്ങനെ അവരൊരു പട്ടിക്കുട്ടിയെ കാണിച്ചു കൊടുക്കും. അതിനെ എടുക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ആ ലേഡിക്ക് എങ്ങനെയാണ് ഫോണിൽ ഫോട്ടോ എടുക്കണ്ടേ, എങ്ങനെയാണ് സെൻഡ് ചെയ്ത് കൊടുക്കണ്ടേ, അതെല്ലാം ജെന്നി കാണിച്ചു കൊടുക്കും. അതെല്ലാം കാണുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇതിൽ നടക്കും തന്നെ മനസ്സിലാവുന്നത്. ജെന്നിയാണ് അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ലേഡിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേൾക്കുന്ന അവർ ചോദിക്കും, നിനക്ക് നിന്റെ അമ്മയോടായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നാൽ അപ്പോഴാണ് ജെന്നി പറയാ, എൻ്റെ അമ്മ മരിച്ചു എന്ന്. അതെന്താ നീ എന്നോട് നേരത്തെ പറയാഞ്ഞേ? നിന്റെ അമ്മ മരിച്ചെങ്കിലും നിന്റെ അമ്മ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. നിനക്കിപ്പോൾ വേണ്ടത് ഒരമ്മയുടെ സ്നേഹ. എന്തായാലും നീ ഇപ്പോൾ പേടിക്കണ്ട, നമ്മളിപ്പോൾ കൂട്ടായില്ലേ, നീ പേടിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലേഡി അവളെ സമാധാനിപ്പിക്കും. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് ആ ഗ്രറ്റ എന്ന അമ്മച്ചില്ലേ, അവർ ജെന്നിയുടെയും മാർത്തയുടെയും ഫോട്ടോസ് രാത്രി ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നതാണ്. സ്വിച്ച് ഫോൺ പോലും യൂസ് ചെയ്യാൻ അറിയാത്തവർ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതിൽ എന്തോ ഒരു പന്തികേടില്ലേ. തൊട്ടു പിന്നാലെയാണ് ജെന്നിക്ക് അവരൊരു മെസ്സേജ് അയക്കുന്നത്, ശനിയാഴ്ച കാണാനായി പറ്റുമെന്ന്. ജെന്നിയാണേൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ശനിയാഴ്ച ലേഡിയെ കാണാനായി ചെല്ലും. അങ്ങനെ ചർച്ചിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്നേരം ലേഡിയുടെ മകളില്ലായിരുന്നോ, അവൾ പാരീസിലാണ് പഠിക്കുന്നത്. ഞാൻ നേരത്തെ അമേരിക്ക എന്ന് പറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാരീസിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് പാരീസിൽ നിന്ന് മകള് അമ്മയെ കോൾ ചെയ്യും. രണ്ടുപേരും നല്ല സംസാരമാണ്, നല്ല സ്നേഹമാണ്. സംസാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നേരം ജെന്നി അമ്മച്ചിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റക്ക് താമസിക്കുന്ന അവസാനിപ്പിച്ചൂടെ? എന്നാൽ അപ്പോഴാണ് അമ്മച്ചി ചോദിക്കുക, കുറച്ച് ദിവസം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെങ്കിലും വിചാരിക്കാം, കുറച്ച് കഴിഞ്ഞാൽ നീയും പോയില്ലേ? ജെന്നി പറയും, എന്നെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരെല്ലാവരും പറയാറ് ഞാൻ ബബിൾക്കം പോലെയാണെന്നാ, ചുയിങ്കം പോലെയാണെന്നാ. ഞാൻ ആരുടെയെങ്കിലും ദേഹത്ത് പറ്റി പിടിച്ചാൽ പിന്നെ പോവില്ല. അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാന്ന് വെച്ചാൽ, അവൾ ആരോടെങ്കിലും കൂട്ടായാൽ പിന്നെ അവരുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോരില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിറ്റേന്ന് വൈകുന്നേരം കൂട്ടുകാരി മാർത്ത ജെന്നിയോട് ചോദിക്കും, നമുക്കിന്നൊരു പാർട്ടിക്ക് പോയാലോ എന്ന്. എന്നാൽ ജെന്നി പറയാ, എനിക്ക് വരാനായി പറ്റില്ല, എനിക്ക് ഗ്രറ്റ ആൻറ്റിയുടെ വീട്ടിലൊരു വിരുന്നുണ്ട്. ഇത് കേൾക്കുന്ന കൂട്ടുകാരി പറയും, അപ്പം ഞാൻ മണ്ടെത്തി. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും പോയതും വന്നതും എല്ലാം. ഇപ്പം ഞാനില്ല, ഇപ്പം ഇല്ല അവര്. പക്ഷെ കൂട്ടുകാർ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും ജെന്നി അത് കാര്യമാക്കുന്നേ ഇല്ല. എനിക്ക് അവരുടെ കൂടെ പോയേ പറ്റൂ, അരമണിക്കൂറിനുള്ളിൽ അവരുടെ വീട്ടിലെത്തിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവള് പോകും. അമ്മച്ചിയുടെ വീട്ടിലെത്തിയാൽ രണ്ടുപേരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായി ഇരിക്കുകയാണ്. എന്നാൽ കഴിക്കാനിരിക്കുന്നതിന്റെ മുന്നേ ടേബിൾ ഒന്ന് അലങ്കരിക്കാനായി മെഴുകുതിരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാ അവിടെയുള്ള കബോർഡിലുണ്ടെന്ന് പറയും, അവിടെയുള്ള മേശയിലുണ്ടെന്ന് പറയും. അത് കേട്ട് അവള് മേശ തുറന്നു നോക്കുന്നേരം അതിലെവിടെയും കാണുന്നില്ല. അടുത്ത ഡോറ് തുറക്കുമ്പോഴാണ് അവളൊന്ന് ഞെട്ടുന്നത്. അവൾക്ക് മെട്രോയിൽ വെച്ച് കിട്ടിയ ഒരു ബാഗിലായിരുന്നോ അതുപോലെയുള്ള കുറേ ബാഗുകൾ ആ മേശയിലുണ്ട്. എല്ലാത്തിലും ഗ്രറ്റ ആൻറ്റിയുടെ ID കാർഡ്, മരുന്ന്, ക്യാഷ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. എല്ലാം ഒരേപോലെയുള്ള ബാഗ്. അത് കാണുന്നേരം അവൾക്ക് ചെറുതായി ഒന്ന് പേടിയാകും. തിരികെ ഭക്ഷണം കഴിക്കാനായി ചെന്നിരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പേടിയായതുകൊണ്ട് തന്നെ ഒന്ന് അനങ്ങാൻ പോലും തോന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല. എനിക്ക് എന്തോ ഒരു അസുഖം പോലെ, എനിക്ക് എന്തോ ഒരു പനിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേൽക്കും. ഞാൻ പോവാണെന്ന് പറയുന്ന നേരം ഗ്രറ്റ ആൻറ്റി വന്ന് ചെക്ക് ചെയ്യും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കിപ്പോൾ തന്നെ പോയേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡോറ് തുറക്കാനായി ചെല്ലുമ്പോഴാണ് ഡോറ് ലോക്കായിരിക്കുന്നത്. അടപടലം പേടിച്ച് അമ്മച്ചിയെ നോക്കുന്നേരം കീ അതാ അവിടെ തന്നെ ഉണ്ടെന്ന് പറയും. അവൾ ആ കീ എടുത്ത് ഡോറും തുറന്നുകൊണ്ട് അപ്പം തന്നെ വീട്ടിലേക്ക് എത്തും. കൂട്ടുകാരി മാർത്തയോട് ഇതിനെക്കുറിച്ചെല്ലാം പറയാം. അവരങ്ങനെ ആ ബാഗെല്ലാം വെക്കണേല് അതാരേലും തിരിച്ചു കൊണ്ടു കൊടുക്കാനായി ചെയ്യുന്ന പരിപാടിയല്ലേ, അതെന്തിനായിരിക്കും? അതിലെന്തോ ഒരു പന്തികേടില്ലേ? കൂട്ടുകാരി പറയും, എന്തോ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് നീ ഇപ്പം സേഫാണ്, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ ഓക്കെ അല്ല എന്ന് ചോദിക്കും. പക്ഷെ പിറ്റേന്ന് ജെന്നി റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാനായി പോയപ്പോഴാണ് അവിടുന്ന് ഫോണിൽ കാണുന്നത് ഗ്രറ്റ ആൻറ്റി ഇഷ്ടം പോലെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, വോയിസ് മെയിലുകൾ അയച്ചിട്ടുണ്ട്. അന്നേരമാണ് കൂട്ടുകാരി വിളിക്കുന്നത്, നിന്റെ അമ്മച്ചിയില്ലേ, അവർ 80 തവണയാണ് ഇവിടെയുള്ള ലാൻഡ് ഫോണിലേക്ക് കോൾ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ അതിന്റെ കണക്ഷൻ ഊരി മാറ്റിയിരിക്കുക. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഇതുപോലെയുള്ള വള്ളിയിലൊന്നും കൊണ്ടുപോയി തല വെക്കണ്ടെന്ന്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. എന്തായാലും നീ ഇപ്പൊ കാര്യം മനസ്സിലാക്കിയില്ലേ? എന്തായാലും ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വരുന്ന വഴിക്ക് കാണാമെന്ന് പറയാം. അന്നേരമാണ് മാനേജർ വന്ന് നിന്നെ ആരോ കാണാനായി വന്നിരിക്കുന്നു എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ ജെന്നിക്ക് മനസ്സിലായി അത് ഗ്രറ്റ ആൻറ്റി ആയിരിക്കുമെന്ന്. അവൾ മെല്ലെ ചെന്ന് നോക്കുന്നേരം ശരിയാണ്, ഗ്രറ്റയാണ്. നിങ്ങൾക്ക് അവരെ ഒന്ന് പറഞ്ഞയക്കാനായി പറ്റുമോ എന്ന് ചോദിക്കും. എന്നാൽ അങ്ങനെ പറയും, അതിനൊന്നും എനിക്ക് പറ്റില്ല, നിന്നെ കാണാൻ വന്നിരിക്കുന്നയാളെ നീ തന്നെ പറഞ്ഞേക്കി. അങ്ങനെ അവൾ നേരെ ചെന്ന് നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ചോദിക്കും. എന്നാൽ അമ്മച്ചി പറയുന്നത്, മോളെ നിനക്കെന്താ പറ്റിയ? നീ ഒരു അക്ഷരം പോലും എന്നോട് മിണ്ടുന്നില്ല. ഞാൻ നിന്നെ വിളിച്ചു, മെസ്സേജ് ചെയ്തു, മെയിൽ ചെയ്തു, ഒന്നും നീ നോക്കുന്ന പോലും ഇല്ല. മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് കൈ വെക്കുമ്പോൾ ജെന്നി പറയും, നിങ്ങൾ കൈയൊന്നും വെക്കണ്ട, നിങ്ങൾ കൈ മാറ്റി വെക്ക്. നിങ്ങളുടെ അലമാരയിൽ എനിക്ക് കിട്ടിയ പോലെയുള്ള ഒരുപാട് ബാഗുകൾ ഞാൻ കണ്ടു. അതെല്ലാം നിങ്ങൾ വെച്ചിരിക്കുന്ന എന്തോ ഒരു ട്രാപ്പ് ചെയ്യാനായല്ലേ. എന്റെ ഭാഗ്യമാണ് അലമാര തുറക്കാനായി എനിക്ക് തോന്നിയത്. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാമായിരുന്നു, പക്ഷെ അതിൽ ഞാൻ വീണു. പക്ഷെ ഞാൻ അതിൽ വീണെങ്കിലും അതിന്റെ സത്യാവസ്ഥയെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകും. ഇതെല്ലാം കാണുന്ന ഗ്രറ്റ ആൻറ്റിക്ക് വിഷമാകും. എന്താല്ലേ പാവ ആൻറ്റി. പിറ്റേന്ന് രാവിലെ ജെന്നി ആൻറ്റി അവൾക്ക് അയച്ചിരിക്കുന്ന വോയിസ് മെയിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കും, പ്ലേ ചെയ്ത് നോക്കും. അതിൽ പറയുന്നത് എങ്ങനെയാ, മോളെ ജെന്നി, ഞാൻ ചെയ്തിരിക്കുന്നത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായ പോലെ എനിക്ക് തോന്നി. എനിക്ക് കൂട്ടിനായി ആരെങ്കിലും എൻ്റെ കൂടെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തേ.
നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് തന്നെ സ്നേഹം പങ്കുവെക്കാനാണ്. പക്ഷെ നീ എന്നെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നൊന്നും എനിക്ക് പറയാനായി പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയാൽ ഗ്രെറ്റ ആൻറ്റി അവൾക്കായി ഒരു പൂച്ചെണ്ട് തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാൽ അവളത് സ്വീകരിക്കില്ല. എനിക്ക് വേണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ ജെന്നിക്കിതിപ്പോൾ വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. പിറ്റേന്ന് ജോലിക്കായി പോയാൽ നല്ല സമാധാനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തേക്കൊന്ന് നോക്കുന്നത്. അപ്പോഴുണ്ട് കുറ്റി പോലെ ഗ്രെറ്റ ആൻറ്റി അവിടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അവൾ പേടിച്ചു. കസ്റ്റമേഴ്സിന്റെ ദേഹത്തേക്ക് അവളുടെ ഗ്ലാസ് വരെ വീണുപോയി. അങ്ങനെ ക്ഷമയെല്ലാം പറഞ്ഞുകൊണ്ട് അതെല്ലാം തുടച്ചു കൊടുക്കും. എന്നാൽ അപ്പോഴും ഗ്രെറ്റ ആൻറ്റി അവിടുന്ന് പോയിട്ടേ ഇല്ല. സമയം കുറേ ആയിട്ടും അതുപോലെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ അവൾ പോലീസിനെ വിളിച്ച കാര്യം പറയും. ഈ ആൻറ്റി എൻ്റെ പിന്നാലെ കൂടിയിട്ട് പോകുന്നില്ല, ആകെ കൂടെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലീസുകാരൻ ചോദിക്കും, അവരങ്ങനെ അവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നീ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ട. മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് കാര്യമാവാനായി പോകുന്നുള്ളൂ. നിന്ന് മതിയാവും നേരം അവരെങ്ങോട്ടേലും പോയിക്കോളും, നീ പേടിക്കണ്ട. അവർ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായി പറ്റൂ. പക്ഷെ അന്ന് വൈകുന്നേരം വരെ ഗ്രെറ്റ ആൻറ്റി അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് പോകാൻ നേരം അവൾ CCTV നോക്കും ആൻറ്റി അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോന്ന്. പക്ഷെ അവിടെ എവിടെയും നിൽക്കുന്നില്ല, സേഫാണ്, ഓക്കെയാണ്. അങ്ങനെ അവൾ മെല്ലെ ഇറങ്ങി മെട്രോ വരെ അങ്ങനെ നടന്ന് മെട്രോയിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഗ്രെറ്റ ആൻറ്റി അതിൻ്റെ അകത്ത് പേടിച്ചവൾ പുറത്തേക്ക് ഇറങ്ങും. മോളെ, എനിക്ക് സംസാരിക്കാനുള്ളത് നീ കേൾക്ക്, ഞാൻ പറയുന്നെങ്കിലും നീ ഒന്ന് കേൾക്ക്. എന്നാൽ അപ്പോഴേക്ക് ട്രെയിൻ അവിടുന്ന് പോയി. അങ്ങനെ അടുത്ത ട്രെയിന് പിടിച്ചാണ് അവള് വീട്ടിലെത്തുക. അമ്മച്ചി അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ നോക്കി മെല്ലെ വീടിന്റെ തൊട്ട് മുന്നേ എത്തുമ്പോഴാണ് തൊട്ട് പിന്നെ അമ്മച്ചി, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ എൻ്റെ പിന്നാലെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മച്ചി പറയും, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ നീ അതൊന്നും കൂട്ടാക്കുന്നില്ല, നീ അതൊന്നും കേൾക്കാനായി നിൽക്കുന്ന പോലുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, എനിക്ക് എൻ്റെ മകളോട് സംസാരിക്കാനായി പറ്റില്ല, ഞാൻ ഏകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ജെന്നി പറയും, ഗ്രെറ്റ, നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അത് മനസ്സിലാക്ക്. എന്നാൽ ഗ്രെറ്റ ചോദിക്കും, അതിന് നിനക്ക് നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരിയില്ലേ? നിങ്ങൾ എന്തിനാ എൻ്റെ കൂട്ടുകാരിയെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിടുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ നേരത്ത് അമ്മച്ചിയാണെങ്കിൽ ഒരു ബബിൾക്ക് അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ ചവച്ചുകൊണ്ട് ചോദിക്കും, ജെന്നി, നീയല്ല എന്നോട് പറഞ്ഞിരുന്നത് നീ ഒരു ബബിൾക്കം പോലെയാണ്, നീ ഒട്ടിയാൽ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന്? എന്നാൽ അതിനെക്കുറിച്ചൊന്നും ജെന്നിക്ക് ഇപ്പം സംസാരിക്കാനില്ല. അമ്മച്ചി ജെന്നിയുടെ അടുത്തേക്ക് ചെന്ന്, ആളുകൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ബബിൾക്കം അവളുടെ മുടിയിലേക്ക് തുപ്പും. ഇതിപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കേസ് കൊടുക്കാനായി പോവുക. പക്ഷെ ഒരാൾ മുടിയിലേക്ക് ബബിൾക്കം തുപ്പിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ കേസ് കൊടുക്കാനായി പറ്റില്ലല്ലോ. അതിന് ഇഷ്ടം പോലെ നിയമങ്ങളുണ്ട്, നിയമവശങ്ങളുണ്ട്. പോലീസുകാർ പറയും, അതിന് ആദ്യം സത്യവാങ്മൂലം കൊടുക്കണം, അത് ജഡ്ജിയുടെ അടുത്ത് എത്തണം, അത് അവിടെ ഇങ്ങോട്ടെത്തണം, അങ്ങോട്ട് പോകണം, അങ്ങനെ പല പല കാര്യങ്ങൾ പറയും. ഇതെല്ലാം കേൾക്കുന്നേരം അവർക്ക് മനസ്സിലായി കേസ് കൊടുത്താൽ യാതൊന്നും നടക്കാനായി പോകുന്നില്ല, പെട്ടെന്നൊന്നും നടക്കാനായി പോകുന്നില്ല. പക്ഷെ ജെന്നിക്ക് ഇപ്പം മറ്റൊരു ടെൻഷൻ കൂടിയുണ്ട്. ജെന്നിയാണല്ലോ അമ്മച്ചിക്ക് ആ പട്ടിക്കുട്ടിയെ വാങ്ങാനായി സഹായിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പട്ടിക്കുട്ടി സേഫ് ആണോ അല്ലേ എന്ന് ജെന്നിക്കൊരു സംശയം. അതുകൊണ്ട് ആ പട്ടിക്കുട്ടിയെ വാങ്ങിയ സ്ഥലത്ത് തന്നെ ചെന്ന് ആ പട്ടിക്കുട്ടിയുടെ കാര്യം വളരെ മോശമാണ്, നിങ്ങൾക്ക് അതിനെ തിരിച്ചെടുക്കാനായി പറ്റുമോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ അവർ പറയാ, പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലൊരു തീരുമാനം എടുത്ത് കൊണ്ടുവരാനായി പറ്റില്ല, ഞങ്ങൾക്ക് ആദ്യം ആ വീട് വരെ പോകണം, പട്ടിക്കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്, മോശമാണോ നല്ലതാണോ എന്നെല്ലാം നോക്കണം, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ജെന്നിക്ക് അപ്പോഴും മനസ്സിലായി ഇത് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലാകും. സത്യം പറഞ്ഞാൽ ജെന്നി അമ്മച്ചിയെക്കുറിച്ച് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാനായി പറ്റുമോ? കാരണം അമ്മച്ചി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് നിങ്ങളെ ഇതുപോലെ ഒരു അമ്മച്ചി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതുപോലെ ഒരാൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പോലീസുകാർ ചെന്ന് നോക്കുന്നേരം മാന്യമായി ജീവിക്കുന്ന ഒരു അമ്മച്ചി, അവർക്കെതിരെ കേസെടുക്കണേൽ അവർ നിങ്ങൾ ഉപദ്രവിച്ചതായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതായോ എന്തെങ്കിലും തെളിവ് വേണം. അതൊന്നും കയ്യിലില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജെന്നിയാണേൽ ആ വീട്ടിൽ ചെന്ന് നോക്കാനായി വിചാരിക്കും. അങ്ങനെ പട്ടാപ്പകൽ വളരെ രഹസ്യമായി അവൾ അമ്മച്ചിയുടെ വീടിന്റെ തൊട്ട് മുന്നേ എത്തി. എന്നാൽ അങ്ങോട്ട് കയറി ചെന്നാൽ അമ്മച്ചി അവിടെ ഉണ്ടാകുമോ ഇല്ല എന്നൊന്നും പറയാനായി പറ്റില്ല. മെല്ലെ അങ്ങോട്ട് ചെല്ലുന്നേരം അപ്പോഴാണ് അമ്മച്ചി വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായി നിൽക്കുന്നത്. അവൾ ഓടിച്ചെന്ന് സൈഡിൽ ഒളിച്ചു നിൽക്കും. അമ്മച്ചി പട്ടിക്കുട്ടിയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഈ നേരത്താണ് അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ അമ്മച്ചി മകൾക്കായി അയച്ചിരിക്കുന്ന കുറെ കത്തുകൾ കാണുന്നത്. അതെല്ലാം എടുത്തു നോക്കുന്ന നേരം അയച്ച കത്തുകളെല്ലാം അതുപോലെ തന്നെ തിരികെ വന്നിട്ടുണ്ട്. അതായത് മകൾക്ക് അയച്ച കത്തുകൾ മകളുടെ അടുത്ത് എത്തിയില്ല, അതുപോലെ തന്നെ തിരികെ അമ്മച്ചിയുടെ അടുത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു കത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, നീ പാരീസിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ, നീ ഇപ്പൊ എവിടെയാ? ഇപ്പോഴാണ് ജെന്നിയുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരുന്നത്. അമ്മച്ചിയുടെ മകളെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാനായി പറ്റിയാൽ, മകളുമായി കോണ്ടാക്ട് ചെയ്യാനായി പറ്റിയാൽ അമ്മച്ചിയുടെ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായി പറ്റുമല്ലോ. അങ്ങനെ അവൾ തിരികെ നേരെ വീട്ടിലേക്ക് എത്തുന്നേരം വീട്ടിൽ ആരുമില്ല, വീട്ടിലെ കൂട്ടുകാരിയൊന്നും നിൽക്കുന്നില്ല. എന്നാൽ അകത്താരോ നിൽക്കുന്ന പോലെ ഒരു സംശയം. ചെന്നോക്കുന്നേരം വീട്ടിലാരുമില്ല, സേഫാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കൂട്ടുകാരി സേഫ് അല്ലേ എന്നൊരു സംശയം. അവളെ വിളിച്ചു നോക്കുന്നേരം അവളെ ഏതോ ഒരു ബാറിൽ വെള്ളം അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ നേരത്താണ് അവളുടെ അച്ഛൻ അവളെ വിളിക്കുന്നത്, ജെന്നിയുടെ അച്ഛൻ വിളിക്കുന്നത്. ജെന്നി മോളെ, നീ എത്ര കാലമായി എന്നെ വിളിച്ചിട്ട്?
ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നീ എൻ്റെ അടുത്തേക്ക് വരാനായി, നീ എന്താ വരാത്തെ? സംഗതി അച്ഛൻ എത്രയോ ദിവസമായി ജെന്നിയോട് അങ്ങോട്ട് വരാനായി പറയുന്നു. പക്ഷെ അവൾ ഇതുവരെ പോയിട്ടില്ല. അച്ഛൻ്റെ അടുത്തേക്ക് പോകാനായി അവൾക്ക് എന്തോ ഒരു മടിയാണ്. അതെന്താന്ന് വെച്ചാല് ചെറുപ്പത്തിൽ അച്ഛൻ ഏതോ ഒരു വലിയ കമ്പനിയിൽ ജോലിയായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ് ജോലി. അതുകൊണ്ട് തന്നെ അവൾ നല്ലപോലെ നോക്കാനായൊന്നും പറ്റിയിട്ടില്ല. ഒരച്ഛൻ്റെ സ്നേഹം കൊടുക്കാനായി പറ്റിയില്ല. എന്നാൽ ഇപ്പം അച്ഛൻ അവളെ എങ്ങനെയും കണ്ടാൽ മതി. അവളെ തിരികെ വിളിക്കുകയാണ്. ഈ നേരത്താണ് അമ്മച്ചി അവൾക്ക് ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. നോക്കുന്നേരം ആ ബാറിലിരിക്കുന്ന മാർത്തയുടെ ഫോട്ടോയാണത്. കൂട്ടുകാരിയുടെ ഫോട്ടോയാണ്. അമ്മച്ചി അവിടെ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ജെന്നി അപ്പം തന്നെ അവളെ വിളിക്കും. ഹലോ മാർത്ത, ആ അമ്മച്ചി നിന്റെ അവിടെ എവിടെയോ ഉണ്ട്. നിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ തിരികെ വാ. നീ അവിടെ നിൽക്കുന്ന ഒരിക്കലും ശരിയല്ല. ഈ നേരം കൂട്ടുകാരിക്കാണെ അവിടെ തന്നെ നിൽക്കാമായിരുന്നു. അങ്ങനെയാണെ അമ്മച്ചി ഒന്നും ചെയ്യില്ലല്ലോ. അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. പക്ഷേ ഈ അമ്മച്ചിയുടെ മുഖം ഇതുവരെ ജെന്നിയുടെ കൂട്ടുകാരി കണ്ടിട്ടില്ല. അതുകൊണ്ട് അമ്മച്ചി എങ്ങനെയാണ് ഇതിലെയാണ് വന്ന് പണി തരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ പിന്നിക്കൂടെ പുറത്തിറങ്ങി ജെന്നിയുടെ അടുത്തേക്ക് വെച്ച് പിടിക്കും. എന്നാൽ അപ്പോഴും ജെന്നിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും. അവളുടെ തൊട്ടു പിന്നാലെ തന്നെ അമ്മച്ചിയുണ്ട്. മാർത്ത, നിന്റെ തൊട്ടു പിന്നാലെ തന്നെ അമ്മച്ചിയുണ്ട്. നീ പെട്ടെന്ന് തന്നെ വായോ. നീ അവിടെ എവിടെ നിൽക്കല്ലേ. അവൾ എങ്ങനെയൊക്കെ എഴുതിയാലും അമ്മച്ചി പിന്നെയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരി ഒരു ബസ്സിൽ കയറുന്ന നേരം അമ്മച്ചി തൊട്ട് പിന്നീന്ന് ഫോട്ടോ എടുക്കും. ഈ നേരം തിരിഞ്ഞു നോക്കുന്ന നേരം കൂട്ടുകാരി കണ്ടു അമ്മച്ചി ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ടീ പണ്ടാര കിളവി, നീ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങും. ഈ നേരം ജെന്നിയാണേൽ അടുത്തുനിന്ന് ഒരു ടാക്സിയും പിടിച്ചുകൊണ്ട് നേരെ അവളുടെ അടുത്തേക്കാണ് പോകുന്നത്. വേഗത്തിൽ പോവാണ്. കൂട്ടുകാരിക്കാണ് ഓടി ഓടി മതിയായി. തൊട്ട് പിന്നിലേക്ക് നോക്കുന്ന നേരം റോഡിന്റെ ഓപ്പോസിറ്റായി അമ്മച്ചി അവിടെ തന്നെയുണ്ട്. എടി തള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോകുന്ന നേരം അപ്പോഴാണ് ജെന്നി അങ്ങോട്ട് കാറിൽ വരുന്നത്. അങ്ങനെ അവളെയും കൊണ്ട് പോകുന്ന നേരം ആകെ കൂടെ സമാധാനമായെന്ന് വിചാരിക്കുമ്പോഴാണ് കൂട്ടുകാരി പറയാ, ആ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പറയാ, അമ്മച്ചി എങ്ങനെയാണേലും നല്ലപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെ അത്രക്കങ്ങ് ശരിയായില്ല. എന്തായാലും പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ജെന്നിക്ക് ഗ്രറ്റ അമ്മച്ചിയുടെ മകളുടെ കോളാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഗ്രറ്റ അമ്മച്ചിയുടെ മകളെ കോണ്ടാക്ട് ചെയ്യാനായി ജെന്നി ശ്രമിച്ചു എന്ന്. ഇപ്പോഴാണ് കണക്ട് ആയി. അങ്ങനെ അവരോട് സംസാരിക്കാനായി ഏതോ ഒരു ബാറല്ല ഏതോ ഒരു കഫേയിലേക്ക് ചെല്ലാണ്. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് വന്നിരിക്കുന്ന ഗ്രറ്റ ആന്റിയുടെ മകളല്ല മറ്റൊരാളാണ്. സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക അത് ഗ്രറ്റ ആന്റിയുടെ മകളുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച പോലെ. വെറും ഒരു പാർട്ട്ണർ മാത്രമല്ല, ഗ്രറ്റ ആന്റിയുടെ മകൾ ഏത് സമയത്തും മദ്യപിക്കായിരുന്നു. ഏത് സമയത്തും വെള്ളടി എന്ന വെള്ളടി. അതുകൊണ്ട് കൂടെ നിന്ന് ഉപദേശം കൊടുക്കുന്ന ഒരാളുണ്ടാവില്ലേ, അതുപോലെ ഒരാൾ കൂടെയാണ് ഈ വന്നിരിക്കുന്ന ലേഡി. ആ ലേഡിയുടെ പേരാണെങ്കിൽ അലക്സാണ്ട്ര. പക്ഷെ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഗ്രറ്റ ആന്റിയുടെ മകളില്ലായിരുന്നോ, അവൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഗ്രറ്റ ആന്റി കോൾ ചെയ്ത് ആരെയായിരിക്കും? മകളെ കോൾ ചെയ്തില്ലായിരുന്നോ പാരീസിലേക്ക്? അതാരെയായിരിക്കും? അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഭർത്താവ് മരിച്ച ശേഷം മകള് കൂടെ മരിച്ചപ്പോൾ ഗ്രറ്റ ആന്റി മാനസികമായി തളർന്നു. അതുകൊണ്ട് മകളുടെ ഒരു സ്നേഹം കൊടുക്കാനായി തനിക്കൊരു മകള് വേണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഗ്രറ്റ ആന്റി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതായത് പേഴ്സ് കൊണ്ടുവെക്കുക, അത് കൊണ്ടുവരുന്ന ലേഡികളെ പെൺകുട്ടികളെ സ്നേഹിക്കുക, മകളെ പോലെ കൊണ്ടു നടക്കുക, അങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഈ നേരത്താണ് അവള് പറയാ, ഗ്രറ്റ ആന്റിയുടെ മകളില്ലായിരുന്നോ, അവൾ ഏതോ ഒരു പെട്ടിയിലായിരുന്നു, ആ പെട്ടിയിൽ വെച്ചാണ് അവളെ കിട്ടിയേ, അങ്ങനെയാണ് അവൾ വളർന്നേ, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതെന്താന്ന് നമ്മുടെ ജെന്നിക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചെങ്കിലും അവള് പറയുന്നത് എനിക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കാം, ശരിയല്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും സംസാരമെല്ലാം കഴിഞ്ഞുകൊണ്ട് അവൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് ചെല്ലുന്നത്. അന്ന് അവൾക്ക് ആ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമറുടെ ഓർഡർ എടുക്കാനായി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക വന്നിരിക്കുന്ന അമ്മായിയല്ല അമ്മച്ചിയാ. അമ്മച്ചിയെ കാണുമ്പോൾ തന്നെ അവൾ ചെറുതായി ഒന്ന് വിറയ്ക്കും. മോളെ, എനിക്കൊരു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യുമ്പോൾ ജെന്നി പറയും എനിക്കതൊന്നും കൊണ്ടുവരാനായി പറ്റില്ല. എന്നാൽ അവർ പറയും അങ്ങനെ പറഞ്ഞ് അങ്ങനെ ശരിയാകും, നീയല്ല കൊണ്ടുതരേണ്ടേ. അവൾ മാനേജറോട് ചെന്ന് കാര്യം പറയുന്നുണ്ടെങ്കിലും അങ്ങേര് പറയും ജെന്നി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാ ഇത്, വേറെ വഴിയൊന്നുമില്ലല്ലോ. ജെന്നി അങ്ങനെ സാധനങ്ങളൊക്കെ ആയി തിരികെ വന്ന് കൊണ്ടുകൊടുക്കും. മോളെ, എനിക്ക് നിന്നോട് ഇഷ്ടം പോലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്നാൽ നീ അതൊന്നും കേൾക്കുന്നില്ല. ജെന്നി പറയും എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അമ്മച്ചി പറയും ഒന്നുമില്ലേലും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചല്ലേ. അതും പറഞ്ഞുകൊണ്ട് മറ്റെന്തോ ഒരു വെള്ളം കൂടെ ഓർഡർ ചെയ്യും, എന്തോ ഒരു വൈൻ ഓർഡർ ചെയ്യും. ജെന്നി അത് കൊണ്ട് ചെന്ന് കൊടുക്കുമ്പോൾ ജെന്നി ഒന്നും സംസാരിക്കാതെയാണ് തിരിഞ്ഞടക്കുക. ദേഷ്യത്തിൽ അമ്മച്ചി ആ ഗ്ലാസ് താഴേക്കിട്ട് ഇതെന്തൊരു സർവീസാണ്, എനിക്ക് സംസാരിക്കേണ്ട കാര്യം നീ എന്താ കേൾക്കാത്തെ? അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരും. നീയും ഈ വൈന് പോലെ തന്നെയാ, ഇഷ്ടം പോലെ വാഗ്ദാനങ്ങൾ കൊടുക്കും, എന്നാൽ വായിൽ വെച്ച് നോക്കിയാൽ ഒന്നിനും കൊള്ളില്ല. എന്നാൽ സംസാരിക്കാനുള്ള കാര്യമോ അതൊന്നും കേൾക്കാനും നിൽക്കില്ല. പിന്നെ അമ്മച്ചിയുടെ കൺട്രോൾ അങ്ങ് പോയി. അമ്മച്ചി അവളുടെ അടുത്തേക്ക് ഇടിച്ചു കയറി വരികയാണ്. അപ്പോഴേക്ക് ആളുകൾ എല്ലാവരും വന്ന് അമ്മച്ചിയെ പിടിച്ചു വെക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് പോലീസുകാരെല്ലാവരും വന്നു ഗ്രറ്റ ആന്റിയെ കെട്ടിയിട്ടു. അങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഗ്രറ്റ ആന്റിയെ കാണുന്ന നേരം പൂച്ചയൊക്കെ ഇരിക്കുന്ന പോലെയുണ്ട്. ജെന്നി പോലീസുകാരനോട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ അവരെങ്ങനെയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്? അതും സംസാരിച്ചുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് അവള് പോകും. പിറ്റേന്ന് രാവിലെ പോലീസിലേക്ക് വിളിച്ച് ചോദിക്കും നിങ്ങൾ ആ ലേഡിയെ പറഞ്ഞു വിട്ടോ? നിങ്ങൾ എന്താണ് അവരെ ചെയ്യാനായി പോകുന്നത്? ഇതിനെന്തെങ്കിലും ഒരു അവസാനം ഉണ്ടായിരിക്കോ? എന്നാൽ പോലീസുകാർ ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരിയാവില്ലല്ലോ. ജെന്നിക്ക് ഇനിയും പുറത്തിറങ്ങി നടക്കണ്ടല്ലേ? അമ്മച്ചി വീണ്ടും വന്ന് എന്തെങ്കിലും ചെയ്താലോ? ശരിയാവില്ലല്ലോ. ജെന്നിക്കാണ്
ഈ നാട് വിട്ട് വേറെ എങ്ങോട്ടും പോകാനും പറ്റില്ല. ആകെ കൂടെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അന്നേരമാണ് കൂട്ടുകാർ പറയുന്നത്, നമുക്കിത് മെല്ലെ അങ്ങ് അവസാനിപ്പിച്ചാലോ? നീ ആദ്യം അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുക, എന്നിട്ട് അവരോട് പറയാ, എനിക്കൊരു തെറ്റി പറ്റിപ്പോയി, നിങ്ങളായിരുന്നു ശരി, നമുക്ക് വീണ്ടും ഒന്നിച്ചാലോ എന്ന്. അത് മതി അവർക്ക്, അവർ ഓക്കെ ആകും. പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് അതിൽ നിന്ന് ഊരി വരാം. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയാം, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു കാര്യത്തിൽ ഞാൻ വലിയ പുലിയാ. അങ്ങനെ അവള് പറഞ്ഞ പോലെ തന്നെ ഗ്രെറ്റ ആന്റിയെ കാണാനായി പോവാണ് ജെന്നി. ഗ്രെറ്റ ആന്റി ഈ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം പള്ളിയിലാണ് കാണുക, ചർച്ചിലാണ് കാണുക. കയറി ചെന്നോക്കുന്ന നേരം ആകെ കൂടെ വിഷമത്തിലായിരിക്കുന്നത്. ജെന്നി തൊട്ടടുത്തിരുന്ന്, നിങ്ങൾ പറഞ്ഞായിരുന്നു ശരി, ഞാൻ ചെയ്തെല്ലാം തെറ്റാ, ഞാൻ നിങ്ങളോട് ചെയ്തു പോയതിനെല്ലാം സോറി. ഞാൻ പിന്നെ മറ്റൊരു കാര്യം പറയാനാണ് വന്നേ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്നും മാറി നിൽക്കുക. ശരിക്കും നിങ്ങൾ എനിക്കൊരു കൂട്ടായിരുന്നു. ഇത് കേൾക്കുന്ന അമ്മച്ചി പറയും, എല്ലാവർക്കും കൂട്ടുകാർ വേണം, പക്ഷെ നമ്മൾ തമ്മിൽ അതിലും വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. ജെന്നി, എല്ലാ കുട്ടികൾക്കും ആവശ്യമുള്ള ഒന്ന് എന്താണെന്നറിയോ? അമ്മയാണ് വേണ്ടത്. എന്തായാലും നീ എല്ലാം മനസ്സിലാക്കി തിരികെ വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം. നിനക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായി ഞാൻ വരണോ? വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയെ കെട്ടിപ്പിടിക്കും. തിരികെ വീട്ടിലെത്തുന്ന അമ്മച്ചി തൻ്റെ പട്ടിക്കുട്ടിക്ക് എന്തോ പാലിക്കലക്കി കൊടുക്കും. അതിനോട് പറയുകയും ചെയ്യും, ഇത് നിന്റെ അവസാനത്തെ ഭക്ഷണമാണ്. അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? ഈ നേരം ജെന്നിയാണ് തിരികെ റൂമിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ചായയോ കാപ്പിയോ എന്തോന്ന് ചൂടാക്കി അതും കഴിച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ചെടിക്കാരോ വെള്ളം നനച്ചിരിക്കുന്ന കാണുക. വെള്ളം നനയ്ക്കണേൽ ഇവിടെ മാർത്ത വേണം, എന്നാൽ ഇവിടെ മാർത്തയൊന്നുമില്ല. ഇതാണ് ഇപ്പം നനച്ച പോലെയാണ് തോന്നുന്നത്. അത് കണ്ട് അവളൊന്ന് ചെറുതായി പേടിക്കും. മാർത്ത, നീ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതാരെ ചെടിക്ക് വെള്ളം ഒഴിച്ചേ? ഞാൻ കണ്ടില്ലല്ലോ, നീ ഇവിടെ ഉണ്ടോ? പെട്ടെന്നാണ് തലയാകെ മിന്നുന്ന പോലെയും ചുറ്റുന്ന പോലെയൊക്കെ തോന്നുക. അവൾക്ക് നിൽക്കാനേ പറ്റുന്നില്ല. കണ്ണാകെ മങ്ങി മങ്ങി പോവാണ്. മെല്ലെ മെല്ലെ അവൾ താഴേക്ക് വീഴും. കണ്ണ് നല്ലപോലെ ഒന്നും കാണുന്നില്ല. എന്നാൽ അക്കാഴ്ചയിൽ അവൾ കാണുന്നത് വീട്ടിലേക്ക് കയറി വരുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി, ഗ്രെറ്റ അമ്മച്ചി. മോളെ, നീ എങ്ങോട്ടോ യാത്ര പോവായിരുന്നല്ല എന്നോട് പറഞ്ഞിരുന്ന്. നിനക്ക് യാത്ര പോകാനായി എന്തെങ്കിലും സഹായങ്ങൾ ഞാൻ ചെയ്യണോ? നിനക്ക് ഏത് ഷൂസാ വേണ്ടേ? നീ പറയുന്നത് ഞാൻ നിന്റെ പെട്ടിയിൽ എടുത്തു വെക്കാം. നീ എന്നോട് കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. നീ പേടിക്കണ്ട, നിനക്കൊന്നും പറ്റിയിട്ടില്ല. നിനക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. നിനക്ക് ഉറങ്ങാനായി ഞാൻ നല്ലൊരു കട്ടിൽ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ എടുത്തോണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങും. താഴെ നിന്നൊരു ടാക്സി വിളിച്ച്, ഇതെന്റെ കുടുംബക്കാരിയാണ്, തീരെ വയ്യാതിരിക്കുക, ഞങ്ങളെ പെട്ടെന്ന് വീട്ടിൽ എത്തിച്ചേരുമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തി. വലിച്ചഴിച്ച് അവളെ സോഫയുടെ മേലെ കൊണ്ട് ചെന്ന് കിടത്തി അവിടെ ഉണ്ടായിരുന്ന പിയാനോയുടെ അടുത്തേക്കാണ് അമ്മച്ചി ചെല്ലുന്നത്. ആ പിയാനോ വലിച്ചു നീക്കുന്ന നേരം അതിന്റെ പിന്നെ ഒരു വാതിൽ കാണാം. നേരത്തേത് കർട്ടൻ വെച്ച് മറച്ചായതുകൊണ്ട് നമ്മൾ കാണാതിരുന്നാണ്. അത് കഴിഞ്ഞ് അമ്മച്ചി അവളെ ഒരു പായൽ കിടത്തി വലിച്ചഴിച്ച് അതിന്റെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനകത്താണേല് കുറെ കളിക്കാനായുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ എല്ലാം സൈഡിലായി ഒരു പെട്ടി എടുക്കുന്ന കാണാം. അതിന്റെ അകത്തേക്കാണ് അവളെ ചെന്ന് കിടത്തുന്നത്. കിടത്തി കഴിയുമ്പോൾ തന്നെ അവളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കും. ഫോണിൽ അവളുടെ ഫിംഗർ പ്രിന്റും വെച്ച് തുറന്നുകൊണ്ട് ആ പെട്ടിയും പൂട്ടി അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങും. പെട്ടെന്നാണ് ജെന്നി സ്വപ്നത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അവൾ ഇതുവരെ സ്വപ്നം കണ്ടായിരുന്നു. അവൾ വീട്ടിൽ തന്നെയുണ്ട്, അവൾക്കൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് കൂട്ടുകാരി മാർത്ത ഇങ്ങോട്ട് കയറി വരുന്നത്. ഹലോ, നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടുപോകാനായി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ തന്നെ വരുമോ അല്ല കുറച്ചു നേരം കഴിയോ? എന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് അച്ഛൻ അവളെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്ന കാണാം. അപ്പൊ തന്നെ അവൾ പെട്ടിയും കിടക്കയും പായും എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി പോകാനായി റെഡി ആവാണ്. ഇനി ഒരിക്കലും ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ലിഫ്റ്റിൽ കയറും. സ്വിച്ച് നോക്കി താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റിന് എന്തോ പ്രശ്നം. ആകെ കൂടെ ഷെയ്ക്ക്, മിന്നല്, പായല് അതെല്ലാം കൂടെ മെല്ലെ മെല്ലെ ലിഫ്റ്റിന്റെ രണ്ട് സൈഡും അവളുടെ അടുത്തേക്ക് ഇടുങ്ങി വരുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ശരിക്കും അവൾ ആ പെട്ടിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതായിരുന്നു അവളുടെ സ്വപ്നം. നമ്മൾ നേരത്തെ കണ്ടില്ല അമ്മച്ചി അവളെ പിടിച്ചു കൊണ്ടുപോകുന്നത്, അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നത്. ആ പെട്ടിയിൽ കിടന്ന് അവൾ ഇപ്പൊ കണ്ടതാണ് അവൾ യഥാർത്ഥത്തിൽ കണ്ട സ്വപ്നം. കണ്ണ് തുറന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവളെ ആരോ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ആരെന്നെ അടച്ചിട്ടെ? പെട്ടെന്ന് തന്നെ വാതിലുറക്കൂ, ആരെങ്കിലും പുറത്തുണ്ടോ, രക്ഷിക്കണേ എന്ന് വിളിക്കും. പെട്ടെന്നാണ് നമ്മുടെ അമ്മച്ചി അങ്ങോട്ട് വരുന്നത്. മോളെ, നിനക്കെന്താ പ്രശ്നം? നിനക്കൊരു കുഴപ്പമില്ല. നീ എന്നോട് എന്തോ ഒരു കള്ളം പറഞ്ഞല്ലോ, ആ കള്ളത്തിനുള്ള ശിക്ഷയാണ് നീ ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. നീ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷെ നിന്റെ റൂം ഇതായിരിക്കും. നിനക്കിവിടെ കളിക്കാനായി പാവകളുണ്ട്, ടോയ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിനക്ക് എന്ത് വേണേലും ചെയ്യാം. എന്നിട്ട് പെട്ടി അടയ്ക്കാനായി നോക്കുന്ന നേരം അവൾ അടയ്ക്കില്ല, പെട്ടി മാത്രം അടയ്ക്കില്ല എന്ന് പറയാം. പെട്ടി അടയ്ക്കുന്നില്ല, എന്നാലും ഇത് തന്നെയാണ് നിന്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന് വാതിലും ലോക്ക് ചെയ്ത് പിയാനോ മുന്നിലേക്ക് വെച്ച് പിയാനോ ഓടിക്കുകയല്ല വായിക്കും. അകത്ത് ജെന്നിയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ആർപ്പും വിളിയും എല്ലാം കൂടെ ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന ചെയറൊക്കെ എടുത്ത് വാതിലിനിട്ട് അടിക്കുക. എന്നാൽ അതിലൊന്നും ഒരു കാര്യമില്ല. പിയാനോ വായനയെല്ലാം കഴിഞ്ഞ് അമ്മച്ചി അവളുടെ ഫോൺ എടുത്ത് നോക്കും. നേരത്തെ അവളുടെ ഫോൺ എടുത്ത് അവളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് തുറന്നില്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് ഗാലറി നോക്കും. അതിൽ ജെന്നി കൂട്ടുകാരിയുടെ കൂടെ മാർത്തയുടെ കൂടെ എന്തോ ഒരു പരിപാടിക്ക് പോയിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. കൂടെ തന്നെ അവൾ ഏതോ ഒരു കായലല്ല ഏതൊരു വലിയ നദിയിൽ നീന്തുന്ന ഒരു ഫോട്ടോയും ഉണ്ട്. ഈ നേരം ജെന്നിയുടെ അച്ഛനാണ് ഓഫീസിൽ ഇരുന്ന് അവളുടെ പഴയ ഫോട്ടോസ് എല്ലാം നോക്കിയിരിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോസ് അങ്ങനെ നോക്കിയിരിക്കുക. പക്ഷെ ഓഫീസിലെ എല്ലാവരും എന്തോ ഒരു മീറ്റിംഗിന് ഇരിക്കുന്ന നേരമാണ് മറ്റെന്തോ ഒരു ഫോട്ടോ കാണിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ ഈ ഫോട്ടോസ് എല്ലാം കാണുന്നത്. പഴയ
ഫോട്ടോസ് എല്ലാം കാണുന്നത്. പിറ്റേന്ന് രാവിലെ അങ്ങേർക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരും. അയച്ചിരിക്കുന്നത് നമ്മുടെ ജെന്നിയാണ്. ജെന്നി എന്താ അയച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവൾ കൂട്ടുകാരിയുടെ കൂടെ ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ശരിക്കും അത് അയച്ചിരിക്കുന്ന ആരാന്ന് നമുക്കറിയാലോ, ഗ്രെറ്റ അമ്മച്ചിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ വിചാരിക്കും ജെന്നി അവളുടെ കൂട്ടുകാരിയുടെ കൂടെ എന്തോ ഒരു പരിപാടിയിൽ അടിച്ചു പൊളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ അവളെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാനായി നിൽക്കില്ല. കൂടെ തന്നെ ഗ്രെറ്റ അമ്മച്ചി ജെന്നിയുടെ ഫോണിൽ നിന്ന് കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു ഫോട്ടോ അയക്കുന്നുണ്ട്. അവൾ ആ നദിയിൽ നീന്തുന്ന ഫോട്ടോ ഇല്ലേ, അതാണ് അയച്ചിരിക്കുന്നത്. കൂടെ തന്നെ ഒരു ക്യാപ്ഷനും കൂടി ഉണ്ട്, അച്ഛൻ്റെ കൂടെ നദിയിൽ നീരാടുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വിചാരിക്കും അവൾ അച്ഛൻ്റെ കൂടെ പോയെന്ന്. കാരണം നേരത്തെ അവൾ കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു അച്ഛൻ ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാനായി വരും, വന്നാൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോകും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരി വിചാരിക്കുന്നത് അവൾ അച്ഛൻ്റെ കൂടെ പോയെന്നാ. പക്ഷേ ഈ നേരത്തെ അച്ഛനാണ് അവളുടെ പഴയ ഫോട്ടോസ് എല്ലാം കണ്ട് അവളെ എങ്ങനെയും അങ്ങരുടെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള അവസ്ഥയിലായി. അതുകൊണ്ട് അവളെ കൊണ്ടുപോകാനായി അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അതിന്റെ മുന്നേ അവൾക്കൊരു മെസ്സേജ് കൂടെ അയക്കുന്നുണ്ട്, ജെന്നി ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരികയാണ്, നീ എന്റെ കൂടെ വന്നേ പറ്റൂന്ന്. അങ്ങനെ നേരെ ജെന്നിയുടെ റൂമിലേക്ക് വന്ന് ജെന്നിയുടെ കൂട്ടുകാരിയോട് അവൾ എവിടെയെന്ന് ചോദിക്കുന്ന നേരം അവൾ പറയും അവൾ നിങ്ങളുടെ കൂടെയല്ല വന്നിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ വെക്കേഷൻ ആഘോഷിക്കാൻ. അങ്ങേര് ചോദിക്കും അവൾ നിന്റെ കൂടെയല്ലേ ഇരിക്കുന്നേ. അപ്പൊ തന്നെ അങ്ങേർക്ക് എന്തോ ഒരു പന്തികേട് മനസ്സിലായി. കാരണം നേരത്തെ ജെന്നി അച്ഛനോട് പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു അമ്മച്ചി എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്, ആകെ കൂടെ പ്രശ്നമായി എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ തന്നെ അച്ഛൻ ചോദിക്കും ആ തള്ളയില്ലേ അവൾ ആരാ, അവൾ എവിടുത്തുകാരിയാ. എന്നാൽ കൂട്ടുകാരിക്ക് അമ്മച്ചിയുടെ വീടോ സ്ഥലമോ നാടോ ഊരോ അതൊന്നും അറിയില്ല. ജെന്നി അമ്മച്ചിയെ കുറിച്ച് അവളോട് പറയുന്ന കാര്യങ്ങളല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാ. ഈ നേരം അമ്മച്ചിയാണ് ജെന്നിക്ക് മാറ്റാനായി പുതിയ ഡ്രസ്സെല്ലാം കൊടുത്തു. ജെന്നി നിനക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള സമയമായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുവരും. അവളാകെ പേടിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ അവളുടെ ആരോഗ്യം വെച്ചുകൊണ്ട് അവൾക്ക് അമ്മച്ചിയെ അടിച്ചിട്ട് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ അമ്മച്ചി എന്തേലും സാധനങ്ങൾ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ടല്ലോ, എന്തേലും ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നല്ലതിനല്ല. അതുകൊണ്ട് അമ്മച്ചി പറയുന്ന പോലെ പിയാനോക്ക് മുന്നിൽ വന്നിരുന്ന് അമ്മച്ചി പറയുന്ന പോലെ എങ്ങനെ വായിക്കാനായി നോക്കും. എന്നാൽ ചെയ്യുന്നൊന്നും അങ്ങനെ അങ്ങ് ശരിയാവുന്നില്ല. അതുകൊണ്ട് അമ്മച്ചി അവളുടെ കൈ തല്ലും. ശരിയാക്ക് അങ്ങനെയല്ല, ചെറിയ വിരലിതാ ഇവിടെ വെക്ക്. ഈ നേരം ജെന്നിയുടെ അച്ഛൻ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്ന അമ്മച്ചിയുടെ ഫോട്ടോയും കൊണ്ട് അമ്മച്ചിയെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായി പറ്റുമെന്ന് അറിയാനായി പോയി നോക്കാണ്. അന്നേരം മനസ്സിലാവുന്നത് അമ്മച്ചി പണ്ടൊരു നേഴ്സായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ വെച്ച് പല ഇല്ലീഗൽ പരിപാടിയെല്ലാം ചെയ്തത് കണ്ടതുകൊണ്ട് തന്നെ, അതായത് മയക്കുമരുന്നെല്ലാം കൂട്ടി വെച്ച് എന്തോ പരിപാടിയെല്ലാം ചെയ്യുന്ന കണ്ടോണ്ട് തന്നെ മെല്ലെ തൂക്കിയെടുത്ത് പുറത്താക്കിയതാണ്. എന്നാൽ ഡാറ്റയിൽ കാണുന്നത് അമ്മച്ചി ഇവിടെ നിന്നും നാട് വിട്ടു പോയെന്നാ. ഇപ്പൊ അച്ഛന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഡിറ്റക്റ്റീവാണ്. അച്ഛൻ അങ്ങേരോട് പറയും എത്ര കാശ് ചെലവായാലും വേണ്ടിയില്ല, അവൾ എങ്ങനെയാലും കണ്ടുപിടിച്ചേ പറ്റൂ. ഈ അമ്മച്ചിയാണ്, ഈ തള്ളയാണ് എൻ്റെ മോളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതേ സമയം അമ്മച്ചി പാലിൽ എന്തോ ഒന്നുകൂടെ ചേർത്ത് നേരത്തെ പട്ടിക്കുട്ടിക്ക് കൊടുത്ത അതേ സാധനം തന്നെയാണോ എന്നറിയില്ല, എന്തോ ഒന്ന് ചേർത്തുകൊണ്ട് നേരെ ജെന്നിക്ക് കുടിക്കാനായി കൊണ്ടുവന്ന് കൊടുക്കും. ജെന്നിക്ക് അറിയാം അതിലെന്തോ മയക്കുമരുന്നാണെന്ന്, പക്ഷെ കുടിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. എന്തായാലും അമ്മച്ചി പെട്ടെന്ന് അവളെ കൊല്ലില്ലെന്നറിയാം. അമ്മച്ചിക്ക് ആവശ്യം ഒരു മകളെയാണ്, ഒരമ്മയുടെ സ്നേഹം ഒരു കുഞ്ഞിന് കൊടുക്കണം, അത്ര മാത്രമേ അമ്മച്ചിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മെല്ലെ അത് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ അവൾ നല്ലപോലെ ഒരു ഉറക്കാണ് ഉറങ്ങുക. കൂടെ തന്നെ വേതാളവും കിടക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റാൽ അവൾക്ക് പാചകം ചെയ്യാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അങ്ങനെ പാചകം ചെയ്യാം. ഇത് പിറ്റേ ദിവസം തന്നെയാണോ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു എന്നറിയില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാചകം ചെയ്യാനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഒരമ്മയെപ്പോലെ തന്നെ ഇതങ്ങനെ ചെയ്യ്, അതിങ്ങനെ ചെയ്യ്, അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് പഠിപ്പിക്കുന്നത്. കൂടെ തന്നെ എന്തോ ഒരു അച്ച് വെച്ചാണ് ഈ ഒരു പാചകം ചെയ്യുന്നത്. സംസാരത്തിന്റെ ഇടയിൽ ആ അച്ചിന്റെ അകത്തേക്ക് അമ്മച്ചിയുടെ വിരൽ കയറിയിരിക്കുന്ന അവൾ കാണും. അത് കണ്ട് കഴിയുമ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന ചപ്പാത്തി പരത്തുന്ന ആ സാധനമില്ലേ, അത് വെച്ചൊരു ഒറ്റ അടിയാ. അപ്പൊ തന്നെ വിരൽ കട്ടായി. കൂടെ തന്നെ തലക്കൊരു അടി അടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാനായി ശ്രമിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലിന്റെ കീ വെച്ചിരിക്കുന്ന സ്ഥലം അവൾക്കറിയാം. എന്നാൽ ഇപ്പൊ തെരഞ്ഞു നോക്കുന്ന നേരം പുല്ല് അവിടെ കാണുന്നില്ല. ആകെ പെട്ടിരിക്കുന്ന അവസ്ഥ. പുറത്തേക്ക് പിന്നീ കൂടെ ഇറങ്ങി ഓടാന്ന് വിചാരിച്ചാൽ അവിടെ വലിയൊരു മുതലാണ് കിടക്കുന്നത്. ഇനി രക്ഷപ്പെടാനായി ബേസ്മെന്റ് വഴി എന്തെങ്കിലും ഒരു വഴി വേണം. അതുകൊണ്ട് അവൾ നേരെ ബേസ്മെന്റിലേക്ക് ഇറങ്ങും. അവിടെ ഇറങ്ങിച്ചെന്ന് പല വഴികൾ നോക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് ഒരു വഴി പോലും കാണുന്നില്ല. അപ്പോഴാണ് താഴെ ഒരു ചാക്കാണോ വലിയൊരു തുണിയുടെ സഞ്ചിയാണോ എന്നറിയില്ല, അതിന്റെ അകത്ത് എന്തോ നനങ്ങുന്ന പോലെ അവൾ കാണുക. എന്താണെന്നറിയാൻ മെല്ലെ അങ്ങോട്ട് ചെന്ന് അതിന്റെ സിബ് തുറന്നു നോക്കുന്നേരം ഒരു പെൺകുട്ടിയാണ് അതിനകത്ത് കിടക്കുന്നത്. മരിച്ചിട്ടില്ല, ജീവനുണ്ട്, പക്ഷെ മരിക്കാനായിട്ടുണ്ട്. കണ്ടുപിടിച്ച് അവൾ അരണ്ടു പോകുമ്പോൾ തൊട്ട് പിന്നീന്ന് മുത്തശ്ശി തള്ളം അമ്മച്ചി വന്ന് എന്തോ ഒരു തുണി വെച്ച് അവളെ ബോധം കെടുത്തും. പിന്നെ നമ്മൾ കാണുന്നത് അമ്മച്ചി വിരലില്ലായിരുന്നോ, കട്ടായ വിരല്, അതിലെന്തോ സിറിഞ്ച് വെച്ച് കുത്തുന്ന. എല്ലാം കഴിഞ്ഞ് ഗ്ലൗസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്യും. ഇപ്പൊ 5 വിരൽ അവിടെ ഉള്ളതുപോലെ തോന്നും. ഈ നേരം ജെന്നിയെ അവര് നഗ്നയാക്കി ബാത്ത് ടബിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ചെന്ന് നീ ഇഷ്ടം പോലെ പാഠങ്ങൾ പഠിക്കാനുണ്ട്, എന്നാൽ ഇപ്പൊ പഠിച്ചു വന്നപ്പോ തന്നെ നീ വിളച്ചിലെടുക്കാനായി ശ്രമിക്കുകയാണോ? നിനക്ക് കുറച്ചുകൂടെ വലിയ ശിക്ഷ തന്നാൽ നീ എല്ലാം ശരിയായി പഠിക്കുകയോ?
പിന്നെ കാണുന്നത് അവളെ കട്ടിലിൽ കെട്ടി വെച്ചിരിക്കുന്ന കട്ടിലിൽ കൈയും കാലും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അനങ്ങാൻ പറ്റും, പക്ഷെ ഇറങ്ങി ഓടാനേ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ പറഞ്ഞു വിട്ട ഡിക്റ്റേറ്റീവിലായിരുന്നോ അങ്ങേര് ഗ്രറ്റ അമ്മച്ചിയുടെ വീട് കണ്ടുപിടിച്ച് മെല്ലെ അങ്ങോട്ട് ചെല്ലും. ബെല്ലടിക്കുകയും വാതിൽ മുട്ടുകയും എല്ലാം ചെയ്തു നോക്കിയെങ്കിലും അവിടെ ആരും ഉള്ളതുപോലെ തോന്നുന്നില്ല. അതുകൊണ്ട് മെല്ലെ വീടിന്റെ മേലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച മേലെ കയറുമ്പോഴാണ് അമ്മച്ചി താഴെ കൂടെ വരുന്നത്. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണം തോന്നുന്നു, ഇതെന്റെ വീടാണെന്ന് പറയുമ്പോൾ അങ്ങേര് മെല്ലെ താഴേക്ക് ഇറങ്ങി വരും. ഓ, നിങ്ങളാണല്ലേ ഗ്രറ്റ, ഇത് നിങ്ങളുടെ വീട്? അമ്മച്ചി പറയും, അതെ, ഇതാണ് എൻ്റെ വീട്. ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ താമസിക്കുന്നു. നിങ്ങൾ വീടിന്റെ മേൽക്കൂരയെല്ലാം നന്നാക്കുന്നയാളാണോ? അമ്മച്ചി ഊതിയതാന്ന് മനസ്സിലാകുമ്പോൾ അങ്ങേര് ചോദിക്കും, നിങ്ങൾക്ക് ജെന്നി എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയോ? അതെനിക്കറിയാം, അവളെക്കുറിച്ച് എനിക്കറിയാം. പക്ഷെ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങേര് പറയും, ഞാൻ അവളുടെ കുടുംബ സുഹൃത്താണ്. കുറച്ച് ദിവസമായി അവളെക്കുറിച്ചൊന്നും അറിയുന്നില്ല, അവളെ കാണുന്നില്ല. ഓ അങ്ങനെയോ, നമുക്ക് വീടിന്റെ അകത്തിരുന്ന് സംസാരിച്ചാലോ എന്ന് അമ്മച്ചി ചോദിക്കും. എന്നാൽ അകത്തേ കയറുന്നതിന് മുന്നേ അമ്മച്ചി മറ്റൊരു കാര്യം കൂടെ ചോദിക്കും, നിങ്ങൾ ശരിക്കും അവളെക്കുറിച്ച് അന്വേഷിക്കാനായി വന്നയാളാണോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് വന്നയാളാണോ? അമ്മച്ചി എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇൻകം ടാക്സിൽ നിന്ന് വന്നയാളാണെങ്കിൽ അവർ പൈസ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചോ എന്തേലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായി വാതിലും ചുമരും എല്ലാം ഇടിച്ചു പൊളിച്ച് നോക്കുമല്ലോ, അതിന്റെ പിന്നെ എന്താണെന്ന് അറിയാനായി. അങ്ങനെ വന്നാല് ഗ്രറ്റ അമ്മച്ചിയുടെ കള്ളി വെളിച്ചത്താകും. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചേ. എന്നാൽ അങ്ങനെ പറയും, അതൊന്നുമല്ല, ഞാൻ അവളെ കുറിച്ച് അന്വേഷിക്കാനായി വന്നാ. എന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മച്ചി വീണ്ടും ചോദിക്കും, നിങ്ങൾ ശരിക്കും ഇൻകം ടാക്സിൽ നിന്നൊന്നും അല്ലല്ലോ, ഉറപ്പല്ലേ? അതെന്തിനാ ഇപ്പം അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ജെന്നിയെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് അങ്ങേരെ ഒന്ന് തോന്നിപ്പിക്കാനാണ്. മനസ്സിലേക്ക് അങ്ങനെ ഒരു തോന്നൽ, ഒരു ചിന്ത കൊണ്ടുവരാനാണ്. ഇല്ല, ഞാൻ ജെന്നിയെ കുറിച്ച് അറിയാൻ മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം അകത്ത് കിടക്കുന്ന ജെന്നി കേട്ടു. അവൾക്ക് മനസ്സിലായി തന്നെ അന്വേഷിച്ച് ആരോ ഇങ്ങോട്ട് വന്നു എന്ന്. അവൾ അപ്പം തന്നെ കട്ടിലിൽ നിന്ന് ആടി ഒലഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. ടക് ടക് ടക്ന്ന് ശബ്ദം ഉണ്ടാക്കും. ഒച്ച കേൾക്കുമ്പോൾ തന്നെ അമ്മച്ചി, ഞാനൊരു പിയാനോ വായനക്കാരിയാണ്, വീടിന്റെ അകത്ത് കയറിയാൽ പിയാനോയുടെ ശബ്ദം എന്തെങ്കിലും കേട്ടേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന പിയാനോയുടെ മ്യൂസിക് ഓൺ ചെയ്യും, പ്ലേ ചെയ്യും. ഇപ്പോഴേറെക്കുറെ ജെന്നി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല, അത്രയ്ക്കങ്ങ് പുറത്തേക്ക് കേൾക്കുന്നില്ല. അവൾക്ക് മനസ്സിലായി അമ്മച്ചി അടുത്ത പണി പറ്റിച്ചു എന്ന്. അവൾ അതുകൊണ്ട് ഒന്നുകൂടെ ആട്ടിയൊലയും. ഇപ്പൊ ശബ്ദം കുറച്ചുകൂടെ പുറത്തേക്ക് കേൾക്കാം. അന്നേരം അമ്മച്ചി, ഈ പട്ടിക്കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു, ഞാൻ വന്നിട്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞല്ലേ, നീ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലും. അത് പട്ടിക്കുട്ടി ഉണ്ടാക്കിയ ശബ്ദമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇന്നേരം ഡിക്റ്റേറ്റീവ് നോക്കുമ്പോൾ കാണുന്നത് പിയാനോ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതാണ്. അതിന്റെ മേലെ വെച്ചിരുന്ന ടെമ്പോ അത് മെല്ലെ അനങ്ങും. ആ സൂചി ഇല്ലേ, അത് മെല്ലെ അനങ്ങും. അതെന്താന്ന് വെച്ചാൽ പിയാനോ, ഗിറ്റാർ, വയലിന് ഇതെല്ലാം പഠിക്കുന്ന ആളുകൾ താളം തെറ്റാതെ വായിക്കാനായി, ആദ്യഘട്ടങ്ങളിൽ താളം തെറ്റാതെ പഠിക്കാനായി എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അതിന്റെ പേരാണ് ടെമ്പോ. അത് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ആൾക്ക് കാര്യം മനസ്സിലായി, അതിന്റെ പിന്നി എന്തോന്നുണ്ട്. അങ്ങേര് മെല്ലെ അതിന്റെ പിന്നി ചെന്ന് നോക്കുന്നേരം ആ ഡോറ് കണ്ടു. അതിന്റെ ലോക്ക് മെല്ലെ അങ്ങേര് തുറക്കാനായി ശ്രമിക്കുമ്പോഴാണ് തുള്ളി തുള്ളി താളം പിടിച്ചോണ്ട് അമ്മച്ചി വന്ന് അങ്ങയുടെ കഴുത്തിലേക്ക് എന്തോന്ന് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങേർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല എന്ന അവസ്ഥ, ആകെ പെട്ടിരിക്കുന്ന അവസ്ഥ. കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അമ്മച്ചിയെ ഷൂട്ട് ചെയ്യാനായി നോക്കുന്നേരം അവര് പറയും, ഷൂട്ട് ചെയ് നോക്കട്ടെ, ഉന്നുണ്ടോ നോക്കട്ടെ. കഴിയുന്ന പോലെയൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തു. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് ബുള്ളറ്റ് പോകുന്നത്. നിനക്ക് ഉന്നമല്ലല്ലോ, തെറ്റിപ്പോയോ അമ്മച്ചി പറയുന്നുണ്ട്. നിനക്കിനി 15 സെക്കൻഡ് കൂടെയുള്ളൂ, അതിന്റെ ഉള്ളിൽ നീ താഴെ വീഴും. പറഞ്ഞ പോലെ തന്നെ അങ്ങേര് താഴെ വീണു. തൊട്ടു പിന്നാലെ അമ്മച്ചി വന്ന് അങ്ങയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് അങ്ങയുടെ തലക്ക് തന്നെ വെച്ചൊരൊറ്റ പൊട്ടിക്കല അങ്ങനെ കൊന്നു. എന്നിട്ട് ആ ബോഡിയും ബേസ്മെന്റിൽ കൊണ്ടുവച്ച് സേഫാക്കി ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് ചുമരിലുണ്ടായിരുന്ന ഹോൾസ് എല്ലാം പൊട്ടി വെച്ചടയ്ക്കും. കൂടെ തന്നെ ജെന്നിയോട് കാവ്യപരമായി എന്തൊക്കെയോ പറയുന്നുണ്ട്, പാടുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് അമ്മച്ചി ട്രെയിനിൽ അടുത്ത ഇരയെ പിടിക്കാനായി വന്നിരിക്കുന്നതാണ്. കയ്യിൽ ആ ബാഗും ഉണ്ട്. ആ ബാഗ് അവിടെ വെച്ച് പോകുന്നു, ആരെങ്കിലും അത് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു, അവരെ പിടിച്ചിവിടെ ഇടുന്നു. അതാണ് പരിപാടി. 2-3 പെൺകുട്ടികളെ എല്ലാം നോക്കി വെക്കുന്നുണ്ട്. എന്നാൽ വിചാരിക്കുന്ന പെൺകുട്ടികളെ തന്നെ കിട്ടില്ലല്ലോ. ആരാണ് എടുത്തുകൊണ്ടുവരുന്നത്, അവരെയാണ് കിട്ടുക. എന്തായാലും ബാഗ് അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പാവം പെൺകുട്ടി വന്ന് അത് എടുക്കുന്നുണ്ട്. അവളാണേല് അത് അവിടെ കൊണ്ടുകൊടുക്കാനായി വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ അമ്മച്ചിയുടെ അഡ്രസ്സും കണ്ടുപിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടാണ് ചെല്ലുന്നത്, വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വാതിൽ തുറന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അമ്മച്ചി പറയും, ഈ ബാഗ് എവിടെയായിരുന്നു, ഞാൻ എത്രയോ തെരഞ്ഞു നടന്നു, കിട്ടില്ലാന്ന് വിചാരിച്ചായിരുന്നു. ഇതെല്ലാം ജെന്നി ഇവിടെ കിടന്നോണ്ട് കേൾക്കുന്നുണ്ട്. ജെന്നിക്ക് മനസ്സിലായി അമ്മച്ചി അടുത്ത ഇരയെ ചാക്കിലാക്കിയെന്ന്. അവൾക്കാണേൽ ആട്ടി ഒലാനായി തോന്നില്ല. ഒലഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ, ശബ്ദം ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അമ്മച്ചി അതെങ്ങനെയാലും സോൾവ് ചെയ്യും. പക്ഷെ ഇത്തവണ അമ്മച്ചിയാണേൽ വന്നിരിക്കുന്ന പെൺകുട്ടിക്ക് ആദ്യം തന്നെ ചായയിൽ മയക്കുമരുന്നിട്ടാണ് കൊടുക്കുന്നത്. ഈ നേരം ജെന്നി രക്ഷപ്പെടാൻ എന്തേലും ഒരു വഴി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടെ ആടി ഒലഞ്ഞു നോക്കും. നല്ലപോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ നല്ലപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. മുന്നിരിക്കുന്ന പെൺകുട്ടി അത് കേട്ടു എന്ന് മനസ്സിലാകുന്ന അമ്മച്ചി, എന്റെ അയൽവാസി എന്തോ ഒരു പെട്ടി ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമാണ് ഇങ്ങോട്ട് കേൾക്കുന്നത്. എന്നിട്ട് ആദ്യം ജെന്നി ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്ത പോലെ, ഹലോ, നിങ്ങൾ ശബ്ദം ഒന്ന് കുറച്ച് ജോലി ചെയ്യണേ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറയും. വീണ്ടും വന്ന് അവളോട് ചോദിക്കും, നീ എന്താ ചെയ്യുന്നത്? ഞാനൊരു മോഡലാണ്. ഓ മോഡലോ, മോഡലാവാനായി എന്താ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ്, എന്താ അതിന്റെ പരിപാടി? അതിനാദ്യം നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ നമ്മുടെ കൂടെ വേണം. അവരില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല. അതിനമ്മച്ചി, ഓ അങ്ങനെയല്ലേന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നം.
ചായ മെല്ലെ താഴേക്ക് വെക്കുന്നേരം ചായയുടെ പാത്രം തന്നെ കപ്പ് തന്നെ താഴേക്ക് വീണ് പൊട്ടും. എന്തോ ഒരു പ്രശ്നം പോലെ. 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി എഴുന്നേൽക്കും. എന്നാൽ നല്ലപോലെ നടക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ മെല്ലെ മെല്ലെ ആ സോഫയിലേക്ക് വീഴും. മുന്നിൽ വന്നിരിക്കുന്ന പെൺകുട്ടി പറയും, നിങ്ങളെന്തോ മയക്കുമരുന്ന് കഴിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് വെപ്പുമുടി എടുത്തോണ്ട് പറയും, ആ നശിച്ച ബാഗ് കിട്ടാനായി ഞാൻ എത്ര ദിവസമായി ആ ട്രെയിനിൽ ഇരിക്കുന്നതെന്നറിയോ. എനിക്ക് എൻ്റെ കൂട്ടുകാരി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചല്ലേ പറ്റൂ. വന്നിരിക്കുന്നത് മാർത്തയാണ്. അമ്മച്ചിയോട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ചായയിൽ ഞാൻ അത്രത്തോളം മയക്കുമരുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ കൂട്ടുകാരി ആവശ്യമാണ്. അവൾ അവിടെ ജെന്നി എവിടെ എന്ന് ചോദിക്കും. അമ്മച്ചി പറയില്ലല്ലോ, പറയാനായി പറ്റില്ലല്ലോ, ബോധം പോയി. വന്നിരിക്കുന്നത് മാർത്തയാന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ജെന്നി ആദ്യമല്ലെങ്കിൽ ഒന്നുകൂടെ ശബ്ദം ഉണ്ടാക്കും. എന്നാൽ മാർത്ത ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഇതെവിടെന്നാന്ന് മനസ്സിലാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുമ്പോഴാണ് ആ പിയാനോയുടെ മേലെ ഉണ്ടായിരുന്ന ടെമ്പോ ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിന്റെ പിന്നെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ അവൾ ആ ഡോറ് കണ്ടുപിടിച്ചു. തുറന്നകത്ത് കയറുമ്പോഴാണ് ജെന്നിയുടെ ഈ അവസ്ഥ കാണുന്നത്. അത് അവൾക്ക് സഹിക്കാനേ പറ്റില്ല. പെട്ടെന്ന് തന്നെ കൈയുടെയും കാലിന്റെയും എല്ലാം കെട്ടഴിച്ച് അവൾ എഴുന്നേറ്റ് നിർത്തും. അങ്ങനെ മെല്ലെ പുറത്തേക്ക് വരുമ്പോഴാണ് ആ ഡോറിന്റെ തൊട്ട് അടുത്തെത്തുമ്പോഴാണ് പിയാനോ മ്യൂസിക് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ജെന്നി പേടിക്കും. അവൾക്ക് ഇതിന്റെ ഒരു ട്രോമ കൂടെയുണ്ട് ഉള്ളില്. അവൾ ആകെ പേടിച്ചവിടെ ഇരിക്കും. കൂട്ടുകാരി മാർത്തയ്ക്കാണേല് ധൈര്യം കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെ പുറത്തേക്ക് നോക്കും. എന്നാൽ അവിടെ എവിടെയും അമ്മച്ചിയെ കാണുന്നില്ല. എന്നാൽ ആ റൂം മുഴുവൻ നോക്കിയിട്ടും അവിടെ എവിടെയും അമ്മച്ചിയെ കാണുന്നില്ല. തൊട്ടു പിന്നാലെ ജെന്നി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. കാരണം അവൾക്കറിയാലോ അമ്മച്ചി ഈ റൂമിൽ ഈ വീട്ടിൽ എവിടെയൊക്കെയാണ് നിൽക്കാന്ന്. പുറത്തിറങ്ങിയില്ല. അപ്പോഴേക്ക് സൈഡിൽ നിന്ന് അമ്മച്ചി പിടിക്കും. അബോധാവസ്ഥയിൽ, നീ എങ്ങോട്ടാ പോകുന്നത്, നീ ഇങ്ങനെയല്ല എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കും. കൂട്ടുകാർ കയ്യിൽ കെട്ടിയ സാധനം എടുത്ത് അടിക്കാനായി വരുമ്പോഴേക്ക് അമ്മച്ചി താഴെ വീണു. ഇനി അടിക്കേണ്ടാന്ന് ജെന്നി പറയുകയും ചെയ്യും. ജെന്നി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അപ്പം തന്നെ ജെന്നി പറയും, എനിക്ക് മറ്റൊരു ഐഡിയ ഉണ്ടെന്ന്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജെന്നിയെ അടച്ചിട്ടിരുന്നൊരു പെട്ടിയില്ലായിരുന്നോ, അതേ പെട്ടിയിൽ അമ്മച്ചിയെ കൊണ്ടുപോയി കിടത്തി അതിന്റെ ഡോർ അടച്ച് അതിന്റെ ലോക്കിന് പകരം പാരീസിൽ ഐഫൽ ടവർ കുത്തിവെക്കും. അതോടുകൂടെ അമ്മച്ചിക്കിന് പുറത്തേക്ക് ഇറങ്ങാനായി പറ്റില്ല. ജെന്നിയാണെ ആ ഷോക്കിന് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. കൂട്ടുകാരി അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. പേടിക്കണ്ട, ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ. ജെന്നി ഒന്നുകൂടെ ചോദിക്കും, ഞാനിപ്പോൾ എത്ര ദിവസമായി ഇതിന്റെ അകത്ത്. കൂട്ടുകാരി പറയും, എത്രയെന്നറിയില്ല, ഒത്തിരി ദിവസമായി. എന്തായാലും നമുക്കിനി പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി എഴുന്നേറ്റ് പോകും. കുറച്ച് കഴിയുന്നേരം ആ പെട്ടിക്കുള്ളിൽ നിന്ന് അമ്മച്ചി അങ്ങനെ മുട്ടും. ഡും 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 ഡും. ഐഫൽ ടവർ മെല്ലെ ഊരി വീഴാനായി പോകുന്നുണ്ട്. എന്നാൽ വീഴുന്നതിൻ്റെ തൊട്ടു മുന്നേ ഗ്രറ്റ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലൊരു സൈക്കോ അമ്മച്ചിയെ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമ കഥ പറച്ചിൽ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടെന്നാണ് തോന്നുന്നത്, പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും കണ്ടു എന്ന കാര്യം മനസ്സിലേക്ക് വരിക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.